ഹലോ ഗൈസ്, വെൽക്കം ടു മൈൻഡ് എം എസ് എൽ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ വലിയ ക്ലിയർ ഉണ്ടാവില്ല, ഞാൻ വെബ് ക്യാമിലാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ ഷോൾഡർ ആൻഡ് ട്രൈസെപ്സ് ആണ്. അതാണ് ഇനി കണ്ടിന്യൂസ് വീക്കിൽ 3 വീക്കിൽ അതായിരിക്കും. വീക്കിൽ മാത്രം പിന്നെ നമ്മൾ വർക്കൗട്ട് മാറ്റുന്നുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ ലെഗ് മോർണിംഗ് ചെയ്തിരുന്നു. അതിനുശേഷം ചെറിയൊരു പനി, കഫക്കെട്ട്, ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് സൗണ്ടിന് ചെറിയ വ്യത്യാസം എനിക്ക് തോന്നുന്നു. അണ്ണക്കൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടയേർഡാണ്, വീക്കാണ് ബോഡി. സ്വാഭാവികം. എനിക്ക് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഷോർട്ട് ടൈമിൽ പനി കിട്ടാറുണ്ട്, മിക്കവർക്കും പനി കിട്ടാറുണ്ട്. ഇമ്മ്യൂണിറ്റി കുറയണതിൻ്റെ പ്രശ്നമായിരിക്കാം. പിന്നെ ഇവിടെ ഓൾറെഡി വൈറൽ ഫീവറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ, അതിൻ്റെ ആയിരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം ലെഗിൻ്റെ വീഡിയോ എടുക്കാത്തതുകൊണ്ട് ഞാൻ എന്താണ് ലെഗിൻ്റെ ദിവസം വർക്കൗട്ട് ചെയ്തതെന്ന് പറയാനും ഒരു ചെറിയൊരു ടോപ്പിക് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്നലെ മോർണിംഗ് ലെഗ് വർക്കൗട്ട് ചെയ്തത് CC സ്ക്വാട്ട് വിത്ത് ലെഗ് എക്സ്റ്റൻഷൻ ആണ്. 8 സെറ്റ് 6 റെപ്പ് വെച്ചിട്ടാണ് വരുന്നത് ഫസ്റ്റ് വീക്ക്. സെക്കൻഡ് വീക്ക് അത് മാറുന്നുണ്ട്. 6 സെറ്റ് 8 റെപ്പാണ് തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. ഞാൻ ഈ പ്ലാൻ ഡിസൈൻ ചെയ്തതിൽ നോക്കട്ടെ. ഓക്കെ. അടുത്ത ആഴ്ച എന്തായാലും ഉണ്ടാവും ഇത്. അപ്പോൾ അത് 8 സെറ്റ് 6 ചെയ്തു. ഞാൻ അത്ര ഹെവി ഒന്നും ഇട്ടില്ല കേട്ടോ. CC സ്ക്വാട്ടിന് എപ്പോഴും ബോഡി വെയിറ്റ് ആണ് മാക്സിമം ട്രൈ ചെയ്യാറ്. നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വെയിറ്റ് ഇട്ടിട്ട് വർക്കൗട്ട് ചെയ്യാറുള്ളൂ. എക്സ്റ്റൻഷൻ ഞാനൊരു 30-40 വെയിറ്റ് ഇട്ടിട്ട് കൺട്രോൾ ചെയ്തിട്ട് അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ 8 സെറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഇതിൽ റെസ്റ്റ് ഇല്ല കേട്ടോ, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ 8 സെറ്റും കംപ്ലീറ്റ് ചെയ്യണം. സൂപ്പർ സെറ്റ് 8 സൂപ്പർ സെറ്റ്, സോറി കോമ്പൗണ്ടാണത്. ആ സൂപ്പർ സെറ്റ് തന്നെ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം വിത്തൗട്ട് റെസ്റ്റ് ആണ്, അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അതുകൊണ്ട് തന്നെ ഓവർ വെയിറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കോൺടസ്റ്റ് പ്രപ്പ് ചെയ്യുന്നുണ്ട്, അനബോളിക്സ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇഞ്ചറി വരാൻ സാധ്യതകളുണ്ട്. കാരണം കോമ്പൗണ്ടുകളുടെ പ്രശ്നം കാരണമൊക്കെ വരാറുണ്ട് ചിലവർക്ക്. എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓവർ വെയിറ്റ് എടുക്കാത്തത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത വർക്കൗട്ട് റൊമാനിയൻ ഡെഡ് ലിഫ്റ്റ് വിത്ത് ലെക്കുകളാണ്. റൊമാനിയൻ ഡെഡ് ലിഫ്റ്റ് ഞാനൊരു മീഡിയം വെയിറ്റ് ഇട്ടു. കേള് 15-20 റേഞ്ച് വെയിറ്റിലാണ് ഇട്ടത്. നമുക്ക് റൊമാനിയൻ ഡെഡ് ലിഫ്റ്റ് നല്ല സ്ട്രെച്ചിലാണ് ഫോക്കസ് ചെയ്യുന്നത്. കേളിൽ നമ്മൾ കംപ്രഷനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് അങ്ങനെ 8 സെറ്റ് 6 വെച്ച് ചെയ്തു. അതിനുശേഷം ഞാൻ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മെയിൻലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാഫ് റൈസ്, സ്റ്റാൻഡിങ് കാഫ് റൈസ് ഫെയിലിയർ വിത്ത് സിംഗിൾ ലെഗ് കാഫ് റൈസ് 50 റെപ്പ്, അങ്ങനെയാണ് ഞാൻ അടിക്കാറുള്ളത്. അപ്പം അങ്ങനെ ആ വർക്കൗട്ട് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കുറച്ച് നേരം കാർഡിയോ ചെയ്തു. 20 മിനിറ്റ്സ് ത്രെഡ്മില്ല് ഒരു 15 ഡിഗ്രി ഇൻക്ലൈൻ ഇട്ടിട്ട് ഒരു 3.5 to 4 സ്പീഡിൽ 30 മിനിറ്റ്സ് നടന്നു. അതിനുശേഷം ഒരു 10 മിനിറ്റ്സ് സൈക്കിള് ഡയറ്റിൽ ചെയ്തു. നമ്മൾ ബ്രേക്ക് ഡയറ്റ് ചെയ്തിട്ട് നല്ല പുഷ് കൊടുത്ത് ചെയ്തു ലെഗിന് ഡയറ്റ് പറഞ്ഞതാണ്. അത്ര ഞാൻ ഇന്നലെ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷമാണ് ഈ പനിയും കാര്യങ്ങളും തൊണ്ടവേനൊക്കെ പിടിച്ചത്. അപ്പോൾ നല്ല രീതിയിൽ വീക്കാവുണ്ട്. നമുക്കൊരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ മൂഡ് പോവും. പക്ഷെ മാക്സിമം പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ റെസ്റ്റ് ഡേ ആണ്. ഇന്ന് ആപ്സ് വർക്കൗട്ട് ചെയ്യേണ്ട ദിവസമാണ് ശരിക്ക്. ഞാനിപ്പോൾ ആപ്സിന് വീക്കിലി വൺസ് ചെയ്യുന്നുള്ളൂ. വീക്കിലി ട്വൈസ് ഉണ്ടായിരുന്നു പ്ലാനിലൊക്കെ, ഞാൻ അപ്പോൾ വീക്കിലി വൺസ് ആക്കി. കോറിന് ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, അതിനുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ട്. ബാക്കിൽ കൂടി സപ്പോർട്ട് ചെയ്യല്ലോ. അപ്പം അത് പോകുന്നുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ ഈവനിങ് ഓക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ കോറ് അല്ലെങ്കിൽ ആപ്സിന് വർക്കൗട്ട് ഏതെങ്കിലും 1-2 വർക്കൗട്ട് ചെയ്യും. കോറിനെ പ്ലാങ്ക് അല്ലെങ്കിൽ അപ്പർ പ്ലാങ്ക്, ബേർഡ് ഡോഗ്, സൂപ്പർമാൻ, ഗ്ലൂട്ട് ബ്രിഡ്ജ്, അതൊക്കെയാണ് മെയിൻലി ചെയ്യാറുള്ളത്. കാർഡിയോ ചെയ്യാൻ നോക്കണം. അങ്ങനെ അതൊക്കെയാണ് ഇപ്പോൾ. ഇനി നാളെ ഹെൽത്ത് ഓക്കെ ആവുകയാണെങ്കിൽ ഞാൻ ബാക്കും റയർ ഡെൽറ്റാണ് വരുന്നത്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ ഞാൻ ടോപ്പിക്ക് പറയാൻ വന്നത് അടുത്തത് മിക്കവരും ചോദിക്കുന്ന കാര്യമാണ്, നമുക്ക് ആപ്സിനെ ഫാറ്റ് ബേൺ ചെയ്യണ വർക്കൗട്ട് കാണിക്കുമോ, ഒന്ന് കാണിച്ചുകൊണ്ട് ഉപകാരമായിരുന്നു പറഞ്ഞിട്ടൊക്കെ 2-3 മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ ചിലർക്കൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അത് എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ക്ലിയർ ചെയ്യാം എന്ന് വെച്ചിട്ടാണ്. നമുക്ക് സ്പോട്ട് റിഡക്ഷൻ എന്ന് പറഞ്ഞ പരിപാടി പ്രാവർത്തികമാണെന്നൊക്കെ പറഞ്ഞിട്ട് റിസർച്ചിലൊക്കെ വന്നിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ.
ഏഹ്, എന്താ പറയാ നമുക്ക് സ്കെൽറ്റൽ മസിൽസ് പോലെയല്ല നമ്മുടെ ആപ്സ്. ആപ്സിന്റെ അടുത്ത് എല്ലും കാര്യങ്ങളൊന്നും ഇല്ല. അതിനൊരു പേരങ്ങോട്ട് പറയും, ഞാൻ മറന്നു പോയത്. അപ്പോ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളതിനെ ഡെയിലി വർക്കൗട്ട് ചെയ്യണത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കോറിന്റെ സ്ട്രെങ്ത് കൊടുക്കണ പോലെയല്ല ആപ്സിൽ നിന്ന് വർക്കൗട്ട് ചെയ്യണത്. ആഹ് അപ്പോ ഏതൊരു ഫിസിയോതെറാപ്പിയൊക്കെ പറയണത് കേട്ടതാണ്. ആപ്സിന് കൂടുതൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആപ്സിന് ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. ആ ഒരു വൃത്തികേട് തോന്നിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വെയിറ്റുകൾ ആപ്സിന് കൊടുക്കാറില്ല. കൂടുതൽ ബോഡി വെയിറ്റ് വർക്കൗട്ടിനാണ് ഞാൻ ആപ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത് പഠിക്കുകയാണെങ്കിൽ. പിന്നെ ആപ്സ് ഒരു മസിലാണ്. നിങ്ങൾക്ക് ബൾക്കിങ്ങിലും കട്ടിങ്ങിലും ഒക്കെ ആപ്സ് ചെയ്യണമെങ്കിൽ യാതൊരു പ്രശ്നവും. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ആപ്സും ഉണ്ട്. നമുക്ക് ഈ ആപ്സ് തെളിഞ്ഞ് കാണണമെങ്കിൽ ആ ഫാറ്റ് മുകളിലത്തെ വേണം. അപ്പോൾ ഫാറ്റ് മുകളിലത്തെ പോകണമെങ്കിൽ നിങ്ങൾ കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്ത് ഡിസിപ്ലിനിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മാറ്റം അറിയുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് അതിന് മാത്രം വർക്കൗട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. സ്ട്രിക്റ്റ് ആയിട്ട് കലോറി ഡെഫിസിറ്റ് ഡയറ്റ് എന്തായാലും ചെയ്യണം. ആ കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ചെയ്താൽ മാത്രമല്ല, നിങ്ങൾ എത്ര കലോറി ബേൺ ചെയ്യുന്നുണ്ടെന്ന് ഏകദേശം ഒരു ട്രാക്ക് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും വേണം. ഓക്കെ. അതിനിപ്പോൾ ഫിറ്റ്നസ് വാച്ച് കിട്ടി കഴിഞ്ഞാൽ അക്യുറേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, 100% ഉറപ്പും ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും, ഇത്ര കലോറി ഞാൻ ബേൺ ചെയ്തു, സൈക്കിൾ ചെയ്യുമ്പോൾ ഇത്ര കലോറി ബേൺ ചെയ്യുന്നുണ്ട്, ത്രണ്ടിൽ ചെയ്യുമ്പോൾ ഇത്ര കലോറി ബേൺ ചെയ്യുന്നുണ്ട്, ഞാൻ റെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്ര ഇൻറ്റൻസ് വർക്കൗട്ട് ചെയ്തിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യുമ്പോൾ റിക്കവർ ചെയ്യുമ്പോൾ ഇത്ര കലോറി ഞാൻ ബേൺ ചെയ്യുന്നുണ്ട്, ഉറങ്ങുമ്പോൾ ഇത്ര കലോറി ബേൺ ചെയ്യുന്നുണ്ട്. അതൊക്കെ നോക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇനി ഈ ഡയറ്റ് എങ്ങനെ നിങ്ങൾ നോക്കാം. ഡയറ്റ് നിങ്ങൾക്ക് അതെന്തിനാ കുത്തി നോക്കുന്നത്. ആ ഡയറ്റ് നിങ്ങൾക്ക് ബി ബി എം ആർ വെച്ച് നോക്കാം, ടി ഡി വെച്ച് നോക്കാം. എല്ലാ ഗൂഗിളിലുണ്ട്. ബി എം ആർ കാൽക്കുലേറ്റർ അടിച്ചാൽ മതി, ടി ഡി കാൽക്കുലേറ്റർ അടിച്ചാൽ മതി, മാക്രോസ് കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരു ആപ്പ് കിട്ടും. അതിൽ നിങ്ങളുടെ ഏജ്, ഹൈറ്റ്, വെയിറ്റ്, നിങ്ങളുടെ ആഴ്ചയിൽ എത്ര ദിവസം വർക്കൗട്ട് ചെയ്യണമെന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും ഇത്ര കലോറിയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇനി നിങ്ങൾക്ക് കലോറി ട്രാക്ക് ചെയ്യണം, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ട്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു ഫുഡ് സ്കെയിൽ വാങ്ങുക. ഗ്രാം സ്കെയിൽ 200-300 രൂപ വരുന്നുള്ളൂ. ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ടൗണിലൊക്കെ ഉണ്ടാവും ഈ സാധനം. അത് വാങ്ങുക. അതിൽ നിങ്ങൾ പ്ലേറ്റ് സീറോ അമർത്തിയിട്ട് നിങ്ങൾ ഭക്ഷണം ഇട്ടിട്ട് കുക്ക് ചെയ്ത ഭക്ഷണം അളന്ന് നോക്കിയിട്ട് കറക്റ്റ് ആ ഭക്ഷണം മൈ ഫിറ്റ്നസ് പാലിലോ, മൈ ഫിറ്റ്നസ് പാലാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത് ഹെൽത്തി ഫൈമീനെക്കാട്ടും. അപ്പോൾ മൈ ഫിറ്റ്നസ് പാൽ എടുത്തിട്ട് അതിൽ ഗ്രാം നോക്കിയിട്ട് ഞാൻ കട്ടിങ് സമയമാണെങ്കിൽ കൂടുതൽ കലോറുള്ള ഭക്ഷണം ഞാൻ കൂടുതൽ സെലക്ട് ചെയ്യാം. ബ്രൗൺ റൈസ് ആയിക്കോട്ടെ, പലതരത്തിലുള്ള ഉണ്ടാവും. കൂടുതൽ കലോറുള്ള ഭക്ഷണം ഞാൻ സെലക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കലോറിക്ക് എത്തിച്ചല്ലോ. അപ്പോൾ എനിക്ക് ഒരു അലേർട്ട്നെസ് വരും. അതുകൊണ്ടാണ് കേട്ടോ, വേറെ നല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, ഓരോരുത്തരുടെ രീതി. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താണ് കറക്റ്റായിട്ട് ചെയ്യണത് ആ രീതിയിൽ പോവുക. അപ്പോൾ ഈ രണ്ട് രീതികൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഒരു ട്രാക്ക് വരുത്തുക. ഇതുപോലെ ട്രാക്ക് ചെയ്തിട്ട് ടോട്ടൽ മാക്രോസ് എത്ര നോക്കുക, എത്ര കാലോറിക്ക് ഭക്ഷണം കഴിച്ച് നോക്കുക, ഇത്ര കാലോറി വർക്കൗട്ട് ചെയ്യുമ്പോൾ എത്ര ബേൺ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്യാം. ഇത്ര കലോറി ഭക്ഷണം കഴിച്ചു, എക്സാമ്പിൾ 1300 കലോറി നിങ്ങൾ ഭക്ഷണം കഴിച്ചു, നിങ്ങളൊരു 1500 കലോറി ബേൺ ചെയ്യും. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഒരു 200 കലോറി നിങ്ങളുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ഫാറ്റ് എന്ന് എടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്ത് ക്ഷീണിക്കുമ്പോൾ ഫാറ്റ് എന്ന് എനർജി കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ 200 കലോറി നിങ്ങൾ ബേൺ ചെയ്തു. ഇനി 1 കിലോ കലോറി അല്ല 1 കിലോ ഫാറ്റ് ബേൺ ചെയ്യാൻ 7700 കലോറി വേണം. അപ്പോൾ നിങ്ങൾ 7700 ഡിവൈഡ് ബൈ 200 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ദിവസം കൊണ്ട് 1 കിലോ കൊഴുപ്പ് കളയാൻ പറ്റും എന്നുള്ള ഏകദേശം ഐഡിയ കിട്ടും. ഓക്കെ. എല്ലാ ദിവസവും ഒരുപോലെ ആവണമെന്നില്ല. എല്ലാ ദിവസവും നമ്മുടെ ചിന്താഗതി ഒരുപോലെ ആവണമെന്നില്ല. എല്ലാ ദിവസവും ഇത്ര കലോറി ബേൺ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ഫിസിക്കൽ എനർജി, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ എന്താ പറയുക ഇമ്മ്യൂൺ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഓവറോൾ കണ്ടീഷൻ പോലെ ഇരിക്കും. ഇപ്പൊ എനിക്കിപ്പോ ഇന്ന് വയ്യ, എനിക്കിന്ന് ഞാൻ മൊത്തത്തിൽ ഡൗൺ ആണ്. അപ്പൊ എനിക്കിന്ന് വർക്കൗട്ട് ചെയ്യാൻ മാനസികമായിട്ട് പറ്റില്ലെങ്കിൽ ഞാൻ പുഷ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും എൻ്റെ മനസ്സ് ഇവിടെ അല്ല. അപ്പോൾ ഞാൻ ചെയ്യണതിൽ അർത്ഥം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലവർ അതിൽ പുഷ് ചെയ്ത് ചെയ്യും, ചിലവർ പുഷ് ചെയ്യാണ്ട് ചെയ്യും. ചെറിയ ചെറിയ വയ്യൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തീരെ ഞാൻ ഭയങ്കര ഡൗൺ ആണെന്ന്, അപ്പോൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാണ്ട് റെസ്റ്റ് എടുക്കുക, റിക്കവർ എടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണത്തിലെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. എൻ്റെ അഭിപ്രായത്തിൽ കുറയ്ക്കേണ്ട എന്നാണ്. നമുക്കത് ഓവറായിട്ടുള്ള ഭക്ഷണമല്ല നിങ്ങൾ കഴിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ട ബേസൽ മെറ്റബോളിക് റേറ്റ് ആണ് നിങ്ങൾ നോക്കുന്നത്. അല്ലെങ്കിൽ ടി ഡിയിൽ നോക്കിയാലും നിങ്ങൾ കുറച്ച് കൂടുതൽ കലോറി ആവും. പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് സ്പോട്ട് റിഡക്ഷൻ്റെ പരിപാടി നടക്കണ കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
കലോറി ഡെഫിസിറ്റിൽ പോയിട്ട് കറക്റ്റ് കലോറി ട്രാക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഒന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ ഇങ്ങനെ വല്ല ടോപ്പിക്കായിട്ട് വരണമെങ്കിൽ വരാം. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ട ടോപ്പിക്ക് കമൻറ്റിൽ അയക്കാം. ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. വർക്കൗട്ടുകൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്. ഇനിയിപ്പോൾ ഈ വരുന്ന ആഴ്ചയിൽ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ട സമയമാണ് എന്നെനിക്ക് തോന്നുന്നു. ഏഹ്, അങ്ങനെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കമൻറ്റിലിടാം. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ, സീ യു.